റോഡരികിൽ നിന്ന് മരപ്പണിക്കാരെ കാറടിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. 3 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. നെടുമ്പന വേപ്പുമുക്കിൽ സാധനം വാങ്ങാനെത്തിയ അബ്ദുൾ സലാം, ഷമീർ, അൻസാർ എന്നിവരെയാണ് കാറടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മുൻ വൈരാഗ്യമാണ് തങ്ങളെ കാറിടിച്ചു കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന് പിന്നിലെന്ന് അപകടത്തിൽ പരിക്കേറ്റ അബ്ദുൾ സലാം പറയുന്നു. ഞാൻ പണ്ട് നേരത്തെ ഇറച്ചി കച്ചവടം ഉണ്ടായിരുന്നു. അന്നേരം വണ്ടി കൊണ്ടിട്ടപ്പം പറഞ്ഞ് വണ്ടി മാറ്റിടെ നേരത്തെ അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു വൈരാഗ്യം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇത് അങ്ങനെ മനസ്സിലിട്ട് പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2 വർഷം കൊണ്ട് ഞാനൊരു കൂട്ടുകാരന് ഒരു കൂട്ടുകാരന് ഓർഡർ കൊടുത്തു. ആ ഓർഡറിൽ ഞാനാണ് എടുത്തു കൊടുത്തതുകൊണ്ട് ഇന്നാൾ വഴക്ക് നടന്നു. ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിരുന്നു. ഞാൻ ഒരു ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ജോലിയും കഴിഞ്ഞ് വന്ന് വെപ്പുമുക്ക് നിൽക്കുമ്പോൾ അവൻ മനഃപൂർവ്വമായിട്ട് കാർ വലത് സൈഡിൽ കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ഞാനാണെന്നറിഞ്ഞ് ശേഷം എന്നെ കൊണ്ടുവന്ന് കാർ ഇടിച്ചതാണ്. അത് ഈ പറഞ്ഞ 2 പേരും അതിലുള്ളതല്ല. പിന്നെ അവനെന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടം, വണ്ടി വെളുപ്പും, ഗുണ്ടായ സമാനം അവൻ്റെ കയ്യിരിക്കുന്ന മൊത്തവും. ആ കുറേ ഗുണ്ടകളെ കൊണ്ടുവന്ന് എന്നെ അടിക്കും വെട്ടും വണ്ടി ഇടിച്ച് കൊല്ലും നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്നെക്കൊണ്ട് 2-3 പേരെ കൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. നീ മാറിക്കോ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു ചെയ്യാൻ വേണ്ടി. ഇത്രയും മാത്രമേ എനിക്കറിയാവൂ. അല്ലാതെ അവനോട് കേസ് കൊടുത്തിട്ടുണ്ട്. കണ്ണാലൂർ കുളപ്പള്ളി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പരിക്കേറ്റവർ 3 പേരും മരപ്പണിക്കാരാണ്. തൃക്കോവിൽവട്ടം അമ്പനാട്ടുവിള അമൽ ഭവനിൽ അമൽ, തൃക്കോവിൽവട്ടം വാഴവിള വീട്ടിൽ ഷമീർ, കണ്ടാലറിയാവുന്ന ഒരാൾ. ഇവർക്കെതിരെയാണ് വധശ്രമത്തിന് കണ്ണനല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവർ 3 പേരും സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടക്കാരാണ്. പരിക്കേറ്റവർ കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരാളുടെ കൈ ഒടിഞ്ഞതിനാൽ കയ്യിൽ പ്ലേറ്റ് പിടിപ്പിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിന് 1.5 ലക്ഷത്തോളം രൂപ ചെലവ് വരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് എഴുതി വാങ്ങി വീട്ടിലെത്തുകയാണ് ഉണ്ടായത്. പ്രതികളെ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാറുമായി പ്രതികൾ മുങ്ങുകയാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.